നമസ്കാരം. ഇന്ന് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു അൺചാർട്ടഡ് ഏരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മേളിലോട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഓൾറെഡി സപ്പോർട്ട് സോൺസ് നമുക്കറിയാം, അപ്പോൾ അതൊന്ന് ഡിഫൈൻ ചെയ്യുക. OA യൂസ് ചെയ്യാം, ഗാമ എക്സ്പോഷർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു അനാലിസിസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ അനാലിസിസ് പ്രൈസ് ആക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡെയിലി ടൈം ഫ്രെയിമാണ്. ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. പിന്നെ അവിടെ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ട് മാർക്കറ്റ് മേളിൽ പോകുമായിരുന്നു. അപ്പം നമുക്കിപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സ്വിങ് ഹൈസും ലോസൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്വിങ് ഹൈ. അത് കണ്ടറിയാം, ഒരു ലോവർ ഹൈ എന്ന് പറഞ്ഞൊരു ട്രെൻഡിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് നമുക്കൊരു ചെറിയൊരു ഹയർ ഹൈ കിട്ടി. പിന്നെ ഹയർ ഹൈ കിട്ടി, ഹയർ ലോ കിട്ടി. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് അവിടെ നിന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ട് മേലോട്ട് പോകുമായിരുന്നു. അപ്പം കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലാണെന്ന് നമുക്ക് ഈ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് കൺഫേം ചെയ്യാം. പിന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം കഴിഞ്ഞാൽ നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരാം. ഒരു 4 hours വന്നിട്ട് നമുക്ക് ഇതേ സംഭവം നമുക്ക് ഈ ലോവർ ടൈം ഫ്രെയിമിലും ഇതേ ട്രെൻഡ് തന്നെയാണെന്നും കൺഫേം ചെയ്യണം. അപ്പം ഇത് നമ്മൾ അതിൽ ചെയ്ത പോലെ, ഡെയിലി ടൈം ഫ്രെയിമിൽ ചെയ്ത പോലെ ഈ സെയിം മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ 4 hours ടൈം ഫ്രെയിമിൽ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം മനസ്സിലായി കാര്യം, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അത് ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, പിന്നെ അവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു, പിന്നെ അവിടുന്ന് ഒരു പിരിയോഡിക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒരു ഹയർ ട്രെൻഡിലോട്ട് പോയി. നമുക്കിനി തിരിച്ച് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്കൊരു ട്രെൻഡ് ലൈനൊക്കെ നോക്കാം. അപ്പം ഈ ട്രെൻഡ് ലൈനാണ് നമുക്ക് ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതോറും നമുക്കൊരു ഏകദേശ ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും ഒക്കെ നമുക്ക് തരാൻ സഹായിക്കുന്നത്. അപ്പം അവിടെ വന്ന ഒരു ആദ്യം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ആ സ്ഥലത്തു നിന്നാണ് ഞാൻ പിവട്ടായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കിട്ടാവുന്ന രീതിയിൽ വരച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു അപ്രോക്സിമേറ്റ് റെസിസ്റ്റൻസ് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്റ്റൻഡ് ട്രെൻഡ് ലൈൻ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു സപ്പോർട്ട് എവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഡ് സപ്പോർട്ട് ലൈൻ എന്ന രീതിയിലും ഞാൻ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. സപ്പോർട്ടായിട്ട് വരയ്ക്കുന്ന ട്രെൻഡ് ലൈനിന് ജസ്റ്റ് ഒരു കളർ കോഡ് കൊടുത്തു, ഒരു ബ്ലൂ ആയിട്ട്. റെസിസ്റ്റൻസ് ആവാൻ ചാൻസ് ഉള്ളതിന് ഞാൻ റെഡും കൊടുത്തു. നമ്മൾ വരച്ച ഈ എക്സ്റ്റൻഡ് ട്രെൻഡ് ലൈനിൻ്റെ മേളിൽ പ്രൈസ് വന്ന് തട്ടുന്ന ഒരു ഏകദേശ റീജിയൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 26,500. ഇത് ജസ്റ്റ് ട്രെൻഡ് ലൈനിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വെച്ച് നമ്മൾ പറയുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഒരു പ്രോപ്പർ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ OA ഡേറ്റ, അതുപോലെ ഗാമ എക്സ്പോഷ്യർ, ഈ 2 ഡേറ്റയും കൂടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും. നിഫ്റ്റിയുടെ OA ഡേറ്റ അതുപോലെ ഗാമ എക്സ്പോഷ്യർ ഡേറ്റ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ ഇതിൽ കണ്ട പോലെ, നമ്മൾ ട്രെൻഡ് ലൈനിൽ കണ്ട പോലെ 26,500 ഒരു കോൾ വാൾ എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്. ഈ കോൾ വാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റേഴ്സ് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം 11 മില്യൺ ആണ് കോൾ റൈറ്റേഴ്സ് ഉള്ളത്. അതിൽ OA ചേഞ്ച് വന്നത് 3 മില്യൺ, അതായത് 3 മില്യൺ പുതുതായിട്ടുള്ള കോൾ റൈറ്റേഴ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം നിലവിൽ അവിടെ 11 മില്യനാണ് അതിൽ കോൾ വാളറ്റുള്ളത്. ഇനി നമുക്ക് ഷോർട്ട് കവറിങ് നടന്ന സ്ട്രൈക്സ് നോക്കാം. അതായത് 26,200, 26,300. അവിടെ ഗാമ നോക്കി അറിയാം, എക്സ്ട്രീം നെഗറ്റീവാണ് ഗാമ. പിന്നെ അവിടുത്തെ OA ചേഞ്ച് നോക്കി അറിയാം, അവിടെ ഒരു 11 മില്യണോളം പുതിയ പുട്ട്സ് അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം OA വരുന്നത് 16 മില്യനാണ്. പിന്നെ അതുപോലെ 26,300 11 മില്യൺ പുതുതായിട്ടുള്ള പുട്ട് റൈറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 13 മില്യനാണ് OA. ഇനി നമുക്ക് ഗാമ എക്സ്പോഷ്യർ ഡാഷ്ബോർഡിലോട്ട് വരാം. അപ്പം നമ്മൾ ഇതിൽ അനാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഗാമ എക്സ്പോഷ്യർ എന്താണെന്ന് ഞാൻ പറയാം. ഓപ്ഷൻ ഗ്രീക്സിൽ ഡെൽറ്റയും ഗാമയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതായത് ഈ ഡെൽറ്റ മൂവ് ചെയ്യിക്കുന്ന ഒരു ആക്സിലറേഷനാണ് ഈ ഗാമ എന്ന് പറയുന്നത്. അപ്പം ഈ ഡെൽറ്റേനെ നമ്മളൊരു വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഗാമ അതിൻ്റെ ആക്സിലറേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഗാമ എക്സ്പോഷ്യർ ചാർട്ട് റെഫർ ചെയ്ത്
നോക്കുകയാണെങ്കിൽ നമുക്ക് ഗാമ നെഗറ്റീവ് ആകുമ്പോഴാണ് മാർക്കറ്റ് വോളറ്റൈൽ ആവുന്നത്. അതായത് ഗാമ നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റയ്ക്ക് ഹ്യൂജ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. ഇനി ഗാമ പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിൽ ഹൈലി വോളറ്റൈലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഗാമ എക്സ്പോഷ്യർ എന്ന് പറയുന്ന ഈ ചാർട്ടിനെ സമീപിക്കാനായിട്ട്. നമ്മൾ ഈ ആദ്യം കാണുന്ന ഈ ഡാഷ്ബോർഡ് നമ്മൾ സാധാരണ ഓയുടെ ഡാഷ്ബോർഡ് പോലെ കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഇതിൽ വരുന്നത് ഗാമ ഏറ്റവും കൂടുതൽ വരുന്നത് 26,300 എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കിലാണ്. നമ്മൾ ഓയിൽ ഈ സ്ട്രൈക്ക് നമുക്കൊരു സപ്പോർട്ടായിരുന്നു. അതുപോലെ 26,500 എന്ന് പറയുന്നത് നമ്മുടെ ഗാമ വെച്ച് നോക്കിയാലും നമുക്ക് അവിടെ വരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇത് നമ്മൾ OA ചാർട്ടിൽ കണ്ടതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു അനാലിസിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസ് ഇനി വരാൻ പോകുന്നത് ഈ ടോട്ടൽ ഗാമ എക്സ്പോഷർ എന്ന് പറയുന്ന ഈ ചാർട്ടിലാണ്. ഇവിടെ നമുക്കറിയാം 26,300 മുതൽ അങ്ങ് താഴോട്ടേക്ക് നെഗറ്റീവ് ഗാമയും 26,350 മേളിലോട്ട് പോസിറ്റീവ് ഗാമയാണ്. അപ്പം ഈ ഗാമയുടെ ഒരു ഫ്ലിപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് 26,300-ൻ്റെയും 26,350-ൻ്റെയും ഇടയിലുള്ള ഈ സോണാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് 26,300-ൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വോളറ്റൈൽ ആവുകയും 26,350-യുടെ മേലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. ഒരു വോളറ്റൈലിറ്റി ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 26,300-ന് താഴെ മാർക്കറ്റ് എങ്ങാനും വീഴുവാണെങ്കിൽ ഒരു ഷാർപ്പ് ഫോൾ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 26,350-യുടെ മേലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡ്രാഗ് ലെവലായിരിക്കും. അതായത് നമ്മൾ സാധാരണ കാണുന്ന സൈഡ് വേസ് പോലെ കുറച്ച് നേരം സൈഡ് വേസ് ആയി ബ്രേക്കൗട്ട് തന്ന് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും മാർക്കറ്റ് 26,350-യുടെ മേലെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇതാണ് ഗാമ എക്സ്പോഷറും OAയും എല്ലാം വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഏകദേശ അനാലിസിസ്. ഇതിങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് നമ്മൾ മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഉണ്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ആയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ടൊരു അറിവ് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ഈ കണ്ടൻറ്റ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.